വാർത്തകൾ തുടരുന്നു. കുറവലങ്ങാട്ടെ ഗതാഗത പരിഷ്കാരം, നിർദ്ദേശം ലംഘിക്കുന്ന ബസ്സുകൾക്കെതിരെ പരാതി നൽകാൻ ബോധവൽക്കരണം. കുറവലങ്ങാട് ടൗണിലെ ഗതാഗത പരിഷ്കാരങ്ങളുമായി സഹകരിക്കാത്ത ബസ്സുകൾക്കെതിരെ നടപടി സ്വീകരിക്കുവാൻ ജനകീയ ബോധവൽക്കരണവും ഉദ്യോഗസ്ഥതല സംഘമാണ് ജനകീയ ബോധവൽക്കരണവുമായി പ്രചരണ ബോർഡുകൾ സ്ഥാപിച്ച് രംഗത്ത് എത്തിയിട്ടുള്ളത്. കുറവലങ്ങാട് ഒരു മാസം മുമ്പ് നടപ്പിലാക്കിയ ഗതാഗത പരിഷ്കാരങ്ങൾ പ്രധാനമായിട്ടുള്ളവ വൈക്കം പാലാ റൂട്ടിൽ സർവീസ് നടത്തുന്ന മുഴുവൻ ബസ്സുകളും പള്ളിക്കവലിലെത്തി യാത്രക്കാരെ കയറ്റിയിറക്കി പോകുന്നു എന്നതാണ്. ഏതെങ്കിലും കാരണവശാൽ ഇക്കാര്യത്തിൽ ഏതെങ്കിലും ബസ് ഡ്രൈവർമാർ വീഴ്ച വരുത്താൻ ഇടയായാൽ ഇവരെക്കുറിച്ച് വ്യക്തമായ നിർദ്ദേശം നൽകാനാണ് അധികാരികൾ നിർദ്ദേശിച്ചിരിക്കുന്നത്. പള്ളിക്കവലിലെത്താൻ വൈക്കം പാലാ റൂട്ടിൽ സർവീസ് നടത്തുന്ന ഏതെങ്കിലും ബസ്സുകളോ ബസ് ഡ്രൈവർമാരോ തയ്യാറായില്ലെങ്കിൽ വിവരം പോലീസിനും വാഹന ഗതാഗത വകുപ്പ് അധികൃതരെയും അറിയിക്കാനാണ് നിർദ്ദേശമുള്ളത്. വാഹനങ്ങളെത്തി യാത്രക്കാരെ കയറ്റിയിറക്കുന്ന കുറവലങ്ങാട് പള്ളിക്കവലിലെ മിനി ബസ് ടെർമിനലിൽ ഇത് സംബന്ധിച്ച പ്രചരണ ബോർഡും സ്ഥാപിച്ചിട്ടുണ്ട്. ഏറ്റുമാനൂർ സർക്കിൾ ഇൻസ്പെക്ടർ, കുറവലങ്ങാട് സബ് ഇൻസ്പെക്ടർ, മോട്ടോർ വാഹന ഗതാഗത വകുപ്പ്, പാലാ ജോയിന്റ് RTO എന്നിവരുടെ ടെലിഫോൺ നമ്പറുകൾ ഉൾപ്പെടുത്തിയാണ് പ്രചരണ ബോർഡ് സ്ഥാപിച്ചിരിക്കുന്നത്. ബസ്സുകളും മറ്റു വാഹനങ്ങളും പൂർണ്ണമായി ഗതാഗത പരിഷ്കാരങ്ങളോട് സഹകരിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോഴത്തെ സ്ഥിതി. നൂറുകണക്കായ വാഹനങ്ങൾക്കും ആയിരക്കണക്കായ യാത്രക്കാർക്കും പുതിയ ഗതാഗത പരിഷ്കാരങ്ങൾ ഏറെ ഗുണകരമാണെന്നാണ് വിലയിരുത്തപ്പെട്ടിരിക്കുന്നത്. കുറവലങ്ങാട് സെന്റ് മേരീസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വിദ്യാരംഗം കലാസാഹിത്യവേദി പ്രവർത്തനങ്ങൾക്ക് തുടക്കമായി. സ്കൂൾ PTA യോഗവും നടത്തി. കുറവലങ്ങാട് സെന്റ് മേരീസ് ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാരംഗ കലാസാഹിത്യവേദി പ്രവർത്തനങ്ങൾ ദേവമാതാ കോളേജ് മലയാള വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ ജോബിൻ ചമക്കല ഉദ്ഘാടനം ചെയ്തു. ഹെഡ്മിസ്ട്രസ് KV മിനിമോൾ അധ്യക്ഷത വഹിച്ചു. കഴിഞ്ഞ SSLC പരീക്ഷയിൽ മികച്ച വിജയം നേടിയ വിദ്യാർത്ഥികൾക്ക് ഫാദർ മാത്യു കാലായിൽ അവാർഡുകൾ നൽകി അനുമോദിച്ചു. അധ്യാപകൻ KV ജോർജ്, കോളിൻ ജോൺസൺ എന്നിവർ പ്രസംഗിച്ചു. സ്കൂൾ PTA സമ്മേളനവും ബോധവൽക്കരണ ക്ലാസും നടന്നു. സ്കൂൾ മാനേജർ ഫാദർ അബ്രഹാം കൊല്ലിത്താനത്ത് മലയിൽ അധ്യക്ഷത വഹിച്ചു. സൗഹൃദാത്മകമായ അധ്യാപക രക്ഷാകർതൃ ബന്ധം കുട്ടികളുടെ രൂപീകരണത്തിന് അനുപേക്ഷണീയമാണെന്ന് അദ്ദേഹം ഓർമ്മിപ്പിച്ചു. രക്ഷാകർത്താക്കൾക്കായി ബ്രിൻസി ടോജോ ബോധവൽക്കരണ ക്ലാസ് നടത്തി. കുട്ടികളുടെ പ്രഥമ വിദ്യാലയം കുടുംബമാണെന്നും കുട്ടികളുടെ ഓരോ ചുവടുവയ്പിലും മാതാപിതാക്കന്മാരുടെ സത്വര ശ്രദ്ധ വേണമെന്നും ക്ലാസ്സിൽ ഓർമ്മിപ്പിച്ചു. PTA പ്രസിഡന്റ് അഡ്വക്കേറ്റ് K രവികുമാർ, ഫാദർ മാത്യു കാലായിൽ, ഹെഡ്മിസ്ട്രസ് KV മിനിമോൾ, PV ജോർജ് എന്നിവർ പ്രസംഗിച്ചു. തുടർന്ന് എക്സിക്യൂട്ടീവ് അംഗങ്ങളുടെ തെരഞ്ഞെടുപ്പും ചർച്ചയും നടന്നു. ട്രെയിനിൽ ഭക്ഷ്യവിഷബാധ, യുവ എഞ്ചിനീയർ ആശുപത്രിയിൽ സുഖം പ്രാപിച്ചു വരുന്നു. നേത്രാവതി എക്സ്പ്രസ് ട്രെയിനിൽ നിന്ന് കഴിച്ച ഉപ്പുമാവിൽ നിന്നും ഭക്ഷ്യവിഷബാധയേറ്റ യുവതി അവശനിലയിൽ ആശുപത്രിയിൽ ചികിത്സയിൽ. പെരുവ അത്താണിക്കൽ കുഞ്ഞുമോന്റെ മകൾ മരിയ ആണ് ഭക്ഷ്യവിഷബാധയേറ്റ് പൊതിയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്നത്. മുംബൈയിലെ സ്വകാര്യ ആശുപത്രിയിൽ ബയോമെഡിക്കൽ എഞ്ചിനീയറായി ജോലി നോക്കുന്ന മരിയ ശനിയാഴ്ച രാവിലെയാണ് മുംബൈയിൽ നിന്നും തിരുവനന്തപുരത്തേക്കുള്ള നേത്രാവതി എക്സ്പ്രസിൽ കയറിയത്. ശനിയാഴ്ച ഉച്ചയ്ക്കും വൈകിട്ടും ട്രെയിനിൽ നിന്നും മരിയ ഭക്ഷണം വാങ്ങിക്കഴിച്ചിരുന്നു. ഞായറാഴ്ച പ്രഭാത ഭക്ഷണമായി ഉപ്പുമാവും കാപ്പിയും ട്രെയിനിൽ നിന്നും വാങ്ങിക്കഴിച്ചിരുന്നു. ഭക്ഷണം കഴിച്ച മരിയയ്ക്ക് ഛർദിയും വയറിളക്കവും അനുഭവപ്പെടുകയായിരുന്നു. ട്രെയിൻ എറണാകുളത്തെത്തിയപ്പോൾ പിതാവ് കുഞ്ഞുമോനും ബന്ധുക്കളും ചേർന്ന് മരിയയെ കൂട്ടിക്കൊണ്ടുപോകുന്ന പൊതിയിലെ ആശുപത്രിയിൽ ആക്കുകയായിരുന്നു. ഞായറാഴ്ച ട്രെയിനിൽ നിന്ന് ഉപ്പുമാവ് കഴിച്ച ശേഷം ഉണ്ടായ വിഷബാധ മൂലം പിന്നീട് ഒരു ഭക്ഷണവും മകൾക്ക് കഴിക്കാനാവുന്നില്ലെന്ന് പിതാവ് കുഞ്ഞുമോൻ പറഞ്ഞു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. മുട്ടുചിറ പോളിടെക്നിക്കൽ വിദ്യാർത്ഥി സംഘർഷം, കോളേജ് അനിശ്ചിതകാലത്തേക്ക് അടച്ചതായി പ്രിൻസിപ്പൽ. കുറവലങ്ങാട് പഞ്ചായത്ത് മാർക്കറ്റ് മത്സ്യവിൽപ്പനശാലയിലെ മലിനജല നിർമ്മാർജ്ജനത്തിന് നടപടികൾ തുടങ്ങി. പഞ്ചായത്തുകൾ വാർഷിക പദ്ധതി സെപ്റ്റംബർ 15 മുൻപ് ജില്ലാ ആസൂത്രണ സമിതിക്ക് സമർപ്പിക്കണമെന്ന് പഞ്ചായത്ത് ഡെപ്യൂട്ടി ഡയറക്ടർ. ഒടൂർ ബ്ലോക്ക് പഞ്ചായത്ത് വാർഷിക പദ്ധതി നയരൂപീകരണത്തിനായി ഗ്രാമസഭ നടത്തി. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ വാർഷിക പദ്ധതി നിർവഹണത്തിന്റെ നേരറിവുകൾ സമ്മാനിച്ച് കുറവലങ്ങാട് ദേവമാതാ കോളേജിൽ സെമിനാർ. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിക്കുന്നു. നമസ്കാരം.